ജില്ലാ സമ്മേളനങ്ങളിൽ തനിക്കെതിരെ ഉയർന്ന വിമർശനങ്ങൾ വസ്തുതാവിരുദ്ധമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം 24-നോട്. സസ്പെൻഷനിലായതുകൊണ്ടാണ് KE ഇസ്മയിലിനെ ക്ഷണിക്കാതിരുന്നത്. അടിസ്ഥാന സംഘടനാ പാഠം അറിഞ്ഞിട്ടും വിവാദമാക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം അദ്ദേഹത്തിനെ അറിയുമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. CPI സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനം നാളെ തുടങ്ങാനിരിക്കെയാണ് വിവിധ വിഷയങ്ങളിൽ ബിനോയ് വിശ്വം നിലപാട് വ്യക്തമാക്കിയത്. ശ്രീജിത്തിന്റെ റിപ്പോർട്ടിലേക്ക്. 43 വർഷത്തിന് ശേഷം CPIയുടെ സംസ്ഥാന സമ്മേളനം ആലപ്പുഴയിൽ നടക്കുകയാണ്. സംസ്ഥാന സമ്മേളനവുമായി ബന്ധപ്പെട്ട് CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നമുക്കൊപ്പം ചേരുന്നു. ശ്രീ ബിനോയ് വിശ്വം, CPIയുടെ ചരിത്രത്തിൽ ഒരുപാട് വലിയ മുഹൂർത്തങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച നാടാണ് ആലപ്പുഴ. അപ്പോൾ ആലപ്പുഴയിൽ നടക്കുന്ന സംസ്ഥാന സമ്മേളനം പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട ഒരു സമ്മേളനമായി മാറുമോ? എന്താണ് അതിനുള്ള ഇത്? ആലപ്പുഴ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിലെ പല മഹത്തായ സംഭവങ്ങളുടെയും മണ്ണാണ് ഇത്. പുന്നപ്ര വേലാറിൻ്റെ മണ്ണാണ്. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഓർമ്മകളുടെ മണ്ണാണ് ഇത്. ഇവിടെ പണ്ട് TV തോമസ് മുനിസിപ്പൽ ചെയർമാനായിരുന്നു. ആ ഗവൺമെൻറ് തന്നെ ഒരു ചെറിയ അധികാരം കൈവന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്തെല്ലാം ചെയ്യുമെന്ന് കാണിച്ചു കൊടുത്ത ഗവൺമെൻറ്റാണ്. ഈ ആലപ്പുഴയിലെ ഈ സമ്മേളനം വരുമ്പോഴിപ്പം CPIക്ക് അകത്ത് ഈ വിഭാഗീയമായിട്ടുള്ള നീക്കങ്ങളിൽ വിമർശനങ്ങളുമായിട്ടൊന്നും ആരും ഇങ്ങോട്ട് വരണ്ട എന്ന തരത്തിലൊക്കെ സംസ്ഥാന സെക്രട്ടറി അന്ത്യശാസനം കൊടുത്തെന്നൊക്കെയുള്ള ചില വിവരങ്ങൾ പുറത്തുണ്ട്. അതിനകത്ത് എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ? അങ്ങ് തന്നെ പ്രസംഗിച്ചിട്ടുണ്ട്, നേതാക്കൾക്ക് ജയ് പാടലല്ല വിമർശനം സമ്മേളനങ്ങൾ, അത് നല്ല വിമർശനം നടക്കേണ്ട സ്ഥലമാണ്. ഇതിൽ ഏതാണ് വാസ്തവം? കമ്മ്യൂണിസ്റ്റ് പാർട്ടി സമ്മേളനങ്ങളിലൊന്നും വിമർശനങ്ങളില്ലെങ്കിൽ അത് പാർട്ടി സമ്മേളനങ്ങളാകില്ല. വിമർശനങ്ങൾ വേണം. നേതാക്കന്മാർക്ക് ജയ് വിളിക്കാൻ വേണ്ടിയല്ല സമ്മേളനങ്ങൾ. അതിൻ്റെ പാർട്ടിയല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിമർശനത്തിൻ്റെ പാർട്ടിയാണ്, സ്വയവിമർശനത്തിൻ്റെ പാർട്ടിയാണ്. ഈ സ്വയവിമർശനം ഇല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ല. ആ ബോധ്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് എല്ലാ സമ്മേളനങ്ങളിലും വിമർശനം ഉണ്ടാകണം. ഇവിടെയും ഉണ്ടാകും. അങ്ങക്കെതിരെ ഉണ്ടായ വിമർശനം, അങ്ങ് രാവിലെ ഒരു നിലപാട് പറയുന്നു, മറ്റ് നിലപാട്, അതങ്ങനെ ഒരു പല്ലവി ചില സമ്മേളനങ്ങൾ ആവർത്തിക്കുമ്പോൾ ഇത് സ്വാഭാവികമായി വന്നതാണോ അതോ അതിന് പിന്നിൽ വേറെന്തെങ്കിലും ഉണ്ടോ? അത് സ്വാഭാവികമായാലും അസ്വാഭാവികമായാലും വസ്തുതാവിരുദ്ധമാണ്. രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും CPI സെക്രട്ടറി പറഞ്ഞത് CPI രാഷ്ട്രീയത്തിൻ്റെ മഹത്വമാണ്. അത് LDF രാഷ്ട്രീയത്തിനകത്ത് വിലപ്പോയിട്ടുണ്ട്, വിലപ്പോവുകയും ചെയ്യും. അത് തെളിയിക്കപ്പെട്ട കാലമാണ്. CPIക്ക് 2ാമത്തെ രാജ്യസഭാ സീറ്റ് കിട്ടി. CPI പറഞ്ഞ ആളെ ADGP ആയിരുന്ന ആളെ ക്രമസമാധാന ചുമതല മാറ്റി. CPI പറഞ്ഞതുപോലെ തന്നെ എലപ്പുള്ളിയിൽ ബ്രൂവറി വിഷയത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സെക്രട്ടറിക്കെതിരെ ഇങ്ങനെ ഒരു ആവർത്തിക്കപ്പെടുന്ന പല്ലവി പോലെ ഉന്നയിക്കുന്നതിന് യാദൃച്ഛികമാണോ? അതിനകത്തൊരു അങ്ങക്കെതിരെ ഒരു നീക്കമല്ല അത്തരത്തിലെന്തെങ്കിലും കാര്യം? എനിക്കെതിരെ നീക്കമൊന്നും അങ്ങനെ ഉണ്ടാകാൻ വഴിയില്ല. അങ്ങനെ ഒരു വ്യക്തിക്കെതിരെ നീക്കത്തിൻ്റെ പാർട്ടിയല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി. നിലപാടിനെ പറ്റി വിമർശനം കണ്ടേക്കാം. ഞാനത് അമാനുഷനാണോ? ഞാൻ അമാനുഷനല്ലല്ലോ. വിമർശനങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷെ ഇതെല്ലാം കഴിഞ്ഞാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് ഐക്യമുണ്ടാകും. ഐക്യം തരുന്ന ആത്മവിശ്വാസം ഉണ്ടാകും. അതുറപ്പിച്ചു. ഈ CPIയുടെ സംസ്ഥാന സെക്രട്ടറിയായിട്ട് ബിനോയ് വിശ്വം വീണ്ടും തുടരുമെന്നാണ് പൊതുവേ ഉള്ളൊരു ധാരണ. അതിൽ എങ്ങനെയാണ് അത്തരം സമ്മേളനം വരാൻ പോകുന്നല്ലേ ഉള്ളൂ? സമ്മേളനത്തിൻ്റെ ഇതിലൊന്നും കാത്തിരിക്കാം. എങ്കിലും ഏറ്റവും സാധ്യത തന്നെയല്ലേ? അതെനിക്കറിയില്ല. സമ്മേളനം വരട്ടെ. ഈ CPI മന്ത്രിമാരെ പറ്റി പ്രത്യേകിച്ചും വലിയ തന്നെ വിമർശനങ്ങളൊക്കെ ജില്ലാ സമ്മേളനങ്ങളുണ്ടായി. മന്ത്രിമാർ കഴിവിനൊത്ത് പ്രവർത്തിക്കുന്നുവെന്നാണ് അങ്ങടക്കമുള്ള ആളുകളെല്ലാം മറുപടിയും കൊടുക്കുന്നത്. ഈ മന്ത്രിമാരെ ഇത്തരത്തിൽ ഇങ്ങനെ ഉയർന്നു വരുന്ന അവർക്കെതിരെ വിമർശനങ്ങൾ കഴമ്പുണ്ടോ എന്നാണ് പാർട്ടി കാണുന്നത്? CPIയുടെ 4 മന്ത്രിമാരും പാർട്ടി പ്രവർത്തനത്തിൻ്റെ എല്ലാ രംഗത്തും മികവ് കാണിച്ചവരാണ്, തെളിയിച്ചവരാണ്. അവർ 4 പേരും പ്രഗത്ഭരായ മന്ത്രിമാരാണ്. പിന്നെ മന്ത്രിമാരെ പറ്റിയുള്ള വിമർശനങ്ങൾ എല്ലാ സമ്മേളനങ്ങളിലും ഉണ്ടാകും. ഇപ്പോഴല്ല, എന്നെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അധികാര പങ്കാളിത്തമുണ്ടോ അന്നെല്ലാം മന്ത്രിമാരെ സമ്മേളനങ്ങളിൽ വിമർശിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ പാർട്ടിയുടെ പുതിയ നേതൃത്വത്തിൽ ഇപ്പോൾ ഈ പ്രായപരിധി അടക്കമുള്ള മാനദണ്ഡങ്ങൾ വരുമ്പോൾ കാര്യമായൊരു മാറ്റം വരുമോ? പ്രായപരിധി പാർട്ടി കോൺഗ്രസിൽ ചർച്ച ചെയ്ത തീരുമാനമാണ്. അത് വേറൊന്നുകൊണ്ടുമല്ല. പാർട്ടിക്കകത്ത് യുവത്വം വേണം, യങ് ബ്ലഡ് വേണം, പുതിയ ചൈതന്യം വേണം, പ്രവർത്തന ശേഷി വേണം, പുതിയ ചിന്തകൾ വേണം, പുതിയ ഭാവന വേണം. അതിനുവേണ്ടിയാണ് നിശ്ചിത പ്രായം കഴിഞ്ഞവർ മാറി നിൽക്കാൻ വേണ്ടി പാർട്ടി തീരുമാനിച്ചത്. അത് പൊതുവെ പാർട്ടിക്കകത്ത് അംഗീകരിക്കപ്പെട്ട കാര്യമാണ്. KE ഇസ്മയിലിനെ ക്ഷണിക്കാത്തതിനെ പറ്റി തരത്തിൽ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. അത് അദ്ദേഹം സസ്പെൻഷനിലായതുകൊണ്ടാണ് ക്ഷണിക്കാതിരുന്നത്? എന്താണ്? അതുകൊണ്ട് മാത്രമാണ്. ആ ബേസിക്കായ സംഘടനാ പാഠം അറിയാത്ത ആളല്ല KE ഇസ്മയിൽ. അത് വീണ്ടും വിവാദമാക്കാൻ ശ്രമിക്കുന്നതിൻ്റെ അർത്ഥം അദ്ദേഹത്തിന് അറിയാവും, എനിക്കറിയില്ല. അങ്ങനെ കരുതാകാൻ നിന്ന് കൊടുക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ അധപ്പതനത്തിൻ്റെ ആഴം കാണിക്കുന്നുണ്ട്.
CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ നിലപാടുകൾ വ്യക്തമാണ്. പാർട്ടിയുടെ ഏറ്റവും ഐക്യത്തോടുകൂടിയും വളരെ ഒരുമയോട് നടക്കുന്ന ഒരു സമ്മേളനമായിരിക്കും ആലപ്പുഴ സാക്ഷ്യം വഹിക്കാൻ പോകുന്നതെന്നാണ് ബിനോയ് വിശ്വം പറയുന്നത്. ആലപ്പുഴയിൽ നിന്ന് ഷൈജു ചാവശ്ശേരിക്കൊപ്പം ആർ ശ്രീജിത്ത്, 24.